മാതൃഭാഷ നമ്മുടെ അസ്തിത്വത്തിന്റെ അടയാളമാണ്. പ്രകാശ് രാജ് തന്റെ മകളുമായി പച്ചക്കറി വാങ്ങാൻ പോയ അനുഭവം വിവരിച്ചുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. 5 വയസ്സുകാരിയായ മകൾക്ക് പച്ചക്കറികൾ തിരിച്ചറിയാം. പക്ഷേ അവൾക്ക് അവയുടെ പേരുകൾ അറിയാവുന്നത് ഇംഗ്ലീഷിൽ മാത്രമാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ വൃദ്ധയായ കച്ചവടക്കാരിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇവിടെ ആശയവിനിമയം തടസ്സപ്പെടുന്നു. ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ മനുഷ്യരുമായി ബന്ധപ്പെടാൻ മാതൃഭാഷ അനിവാര്യമാണ്. അത് പഠിക്കാത്തത് അറിവില്ലായ്മയല്ല, മറിച്ച് നമ്മുടെ വേരുകളിൽ നിന്നുള്ള അകൽച്ചയാണ്. നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവുന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കുട്ടികൾക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. മാതൃഭാഷ എന്നത് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒന്നല്ലെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ നടക്കാൻ പഠിക്കുന്നത് പോലെ അത്ര സ്വാഭാവികമായത് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകാശ് രാജിന് കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ പല ഭാഷകൾ അറിയാം. എന്നാൽ കന്നഡ ഒഴികെയുള്ളവയെല്ലാം അദ്ദേഹം തന്റെ ആവശ്യങ്ങൾക്കും തൊഴിലിനും വേണ്ടി ബോധപൂർവം പഠിച്ചതാണ്. മാതൃഭാഷ നന്നായി അറിയാവുന്ന ഒരാൾക്ക് മറ്റു ഭാഷകൾ വേഗത്തിൽ കീഴടക്കാൻ സാധിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഓരോ നാടിന്റെയും സംസ്കാരം ആ നാട്ടിലെ ഭാഷയിൽ അടങ്ങിയിരിക്കുന്നു. അതിനായി അദ്ദേഹം നൽകുന്ന ഉദാഹരണം എന്താണ്? രായലസീമ, അതായത് വരൾച്ചയുള്ള പ്രദേശം. അവിടെയുള്ളവർ ദേഷ്യം വന്നാൽ നീ വയറുപൊട്ടിച്ചാകും എന്ന് ശപിക്കും. കാരണം അവിടെ വിശപ്പും ദാഹവും അത്രമേൽ കഠിനമാണ്. നദീതീരങ്ങൾ സമൃദ്ധമായ പ്രദേശമാണ്. അവിടെയുള്ളവർ നീ ചെയ്തത് ഫലമായി ഭവിക്കും എന്ന് പറയും. മരങ്ങളും പഴങ്ങളും നിറഞ്ഞ അവിടെ ഫലം എന്ന വാക്കാണ് അവർക്ക് പരിചിതം. അപ്പോൾ ഭാഷ വെറും വാക്കുകളല്ല, അത് ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇംഗ്ലീഷ് അറിയില്ല എന്നതൊരു വലിയ കുറവായി കാണുന്ന ഇന്നത്തെ രീതിയെ അദ്ദേഹം ഈ പാഠഭാഗത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് മാതൃഭാഷയെ കൊന്നിട്ടാകരുത്. പലരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേവലം പദവി കാണിക്കാനാണ്. ആ ഭാഷയിലെ സാഹിത്യമോ സംസ്കാരമോ അവർക്കറിയുന്നില്ല. സ്കൂളുകളിൽ റെയിൻ റെയിൻ ഗോയവേ എന്ന് പഠിപ്പിക്കുന്നത് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. മഴ കാത്തിരിക്കുന്ന നമ്മുടെ കർഷകരുടെ നാട്ടിൽ മഴയോട് പോകൂ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മാതൃഭാഷ കൈവിടുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ആഴം കുറയുന്നു. മലയാളത്തിൽ അമ്മാവൻ, ചിറ്റപ്പൻ, വലിയച്ഛൻ എന്നിങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനപ്പേരുകളുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ഇതെല്ലാം വെറും അങ്കിൾ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നു. ഇത് നമ്മുടെ വൈകാരികമായ ബന്ധങ്ങളെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. മാതൃഭാഷയെ പെറ്റമ്മയോടും മറ്റു ഭാഷകളെ പോറ്റമ്മമാരോടും, അതായത് ധാത്രിമാരോടുമാണ് അദ്ദേഹം ഉപമിക്കുന്നത്. ജാതിയും മതവും ഒക്കെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞേക്കും, പക്ഷെ മാതൃഭാഷ മാറ്റുന്നത് സ്വന്തം അമ്മയെ മാറ്റുന്നതിന് തുല്യമാണ്. നമ്മുടെ വികാരങ്ങളും സ്വപ്നങ്ങളും വിരിയുന്നത് മാതൃഭാഷയിലാണ്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ജീവനദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാഷ കേവലം ഒരു ആശയവിനിമയമല്ല എന്ന പ്രകാശ് രാജിന്റെ നിരീക്ഷണം കേവലം വാക്കുകൾ കൈമാറുന്നതിനപ്പുറം ഭാഷയ്ക്കുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള 5 തലങ്ങളിലൂടെ നമുക്കതിനെ വിശദീകരിച്ച് പഠിക്കാം. സംസ്കാരത്തിന്റെ വാഹകനാണ് ഒരു ഭാഷ എന്നത്. ആ നാട്ടിലെ മനുഷ്യരുടെ നൂറ്റാണ്ടുകളായുള്ള ജീവിത രീതിയും ചരിത്രവും സംസ്കാരവും പേറുന്ന ഒന്നാണ്. നമ്മളൊരു ഭാഷ സംസാരിക്കുമ്പോൾ ആ നാട്ടിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടി പ്രകടിപ്പിക്കുന്നു. ഉദാഹരണത്തിന് മലയാളത്തിലെ സദ്യ, പൂരക്കളി, തറവാട് എന്നീ വാക്കുകൾ വെറും വാക്കുകളല്ല. അവ കേരളീയ സംസ്കാരത്തിന്റെ ഓരോ ഭാഗങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു ഭാഷയിലേക്ക് ഇവ വിവർത്തനം ചെയ്യുമ്പോൾ ആ സംസ്കാരത്തിന്റെ തനിമ നഷ്ടപ്പെടുന്നു. വികാരങ്ങളുടെ ആവിഷ്കാരമാണ് ഭാഷ എന്നതാണ് അടുത്ത നിലപാട്. നമുക്ക് വിശക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ സങ്കടം തോന്നുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ആദ്യം രൂപപ്പെടുന്നത് മാതൃഭാഷയിലെ വാക്കുകളാണ്. മറ്റു ഭാഷകൾ പഠിച്ചെടുത്തതാണെങ്കിൽ മാതൃഭാഷ നമ്മിൽ ലയിച്ചു ചേർന്നതാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഭാഷ എന്ന്, അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാഷ എന്നൊക്കെ മാതൃഭാഷയെ വിളിക്കുന്നത്. കൃത്യമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ആ ഭാഷയിലെ സൂക്ഷ്മമായ പ്രയോഗങ്ങൾക്ക് സാധിക്കും.
പ്രകാശ് രാജ് വ്യക്തമാക്കുന്നത് പോലെ ഒരു പ്രദേശത്തെ ഭാഷ അവിടുത്തെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മഴ അധികം ലഭിക്കാത്ത സ്ഥലത്തെ മനുഷ്യരുടെ ശാപവാക്കുകളിൽ പോലും വെള്ളമില്ലാത്തതിന്റെ കഷ്ടപ്പാടുകൾ കാണാം. എന്നാൽ ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങളിൽ ഫലം, വിത്ത് തുടങ്ങിയ വാക്കുകൾ സംസാരത്തിൽ ധാരാളമായി വരുന്നു. അതായത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന മണ്ണും കാറ്റും വെള്ളവും അവന്റെ ഭാഷയെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ സൂചിതമാകുന്നത്. ഭാഷ നമ്മുടെ ബന്ധങ്ങളെ നിർവചിക്കുന്നു എന്നൊരഭിപ്രായത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷിൽ അങ്കിൾ, ആന്റി എന്നീ 2 വാക്കുകളിൽ ഒതുങ്ങുന്ന ബന്ധങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ വലിയച്ഛൻ, വലിയമ്മ, ചെറിയച്ഛൻ, കുഞ്ഞമ്മ, അമ്മാവൻ, അമ്മായി എന്നിങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ വ്യക്തിയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ സ്വഭാവവും ആദരവും വ്യക്തമാകുന്നു. കേവലം വിവരം കൈമാറലല്ല, മറിച്ച് സ്നേഹബന്ധങ്ങളെ അടയാളപ്പെടുത്തലാണ് ഇവിടെ ഭാഷ ചെയ്യുന്നത്. ചിന്തകളെ രൂപപ്പെടുത്തുന്ന മാധ്യമം. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെ ആശ്രയിച്ചിരിക്കും. ഒരു ശില്പി കല്ലിനെ കൊത്തി രൂപപ്പെടുത്തുന്നത് പോലെ ഭാഷ നമ്മുടെ ചിന്തകളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നു. നല്ല സാഹിത്യവും കവിതകളും വായിക്കുന്നതിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകുന്നത് ഭാഷയുടെ ഈ കഴിവുകൊണ്ടാണ്. ചുരുക്കത്തിൽ, വിവരങ്ങൾ കൈമാറാൻ ഏത് ഭാഷയും ഉപയോഗിക്കാം. എന്നാൽ ഒരു മനുഷ്യന്റെ സ്വത്വം, അതായത് അവന്റെ ഐഡന്റിറ്റി, സംസ്കാരം, കൾച്ചർ, വൈകാരികത, ഇമോഷൻസ് എന്നിവ പ്രകടിപ്പിക്കാൻ അവന്റെ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഭാഷ കേവലം ഒരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, അത് നമ്മുടെ ജീവനദിയാണ് എന്ന് പറയുന്നത്. അടുത്ത വിഷയത്തിലേക്ക് ശ്രദ്ധ വെച്ചാൽ കാണുന്ന ചോദ്യം ഇതാണ്: പുതിയ തലമുറയും അന്യഭാഷാ മോഹവും. അതായത് അവിടെ ഒരു അന്യഭാഷകൾ അറിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു അപകർഷതാബോധം അവിടെ നിലനിൽക്കുന്നില്ലേ എന്നൊരു സൂചനയാണ്, അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ മാതൃഭാഷയേക്കാൾ ഇംഗ്ലീഷ് നൽകുന്ന അമിത പ്രാധാന്യത്തെയും അതിന് പിന്നിലെ അപകടങ്ങളെയും പ്രകാശ് രാജ് ഗൗരവമായി കാണുന്നു. ഇതിനെ നമുക്ക് 3 പ്രധാന വശങ്ങളിലൂടെ വിശകലനം ചെയ്യാം. ഒന്നാമത്തേത് മാതൃഭാഷയോടുള്ള അവഗണനയാണ്. പല മാതാപിതാക്കളും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്നത് ഭാവിയിൽ ഒരു നല്ല ജോലി കിട്ടാനാവും, വിദേശത്ത് പോകാനാവും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്. ഇത് നല്ലതാണെങ്കിലും അതിനിടയിൽ സ്വന്തം ഭാഷയായ മലയാളമോ കന്നഡയോ പഠിക്കുന്നത് അനാവശ്യമാണെന്ന് അവർ കരുതുന്നു. അതിന്റെ ഫലമായി സ്വന്തം വീട്ടിലെ മുതിർന്നവരോടോ നാട്ടിലെ സാധാരണക്കാരോടോ സംസാരിക്കാൻ പോലും കുട്ടികൾക്ക് കഴിയാതെ വരുന്നു എന്നതാണ് സത്യം. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ യുവാവ് തനിക്ക് കന്നഡ അറിയില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നത് പ്രകാശ് രാജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് അറിവില്ലായ്മയല്ല, മറിച്ച് തന്റെ വേരുകൾ മുറിച്ചു മാറ്റപ്പെട്ടതിന്റെ തെളിവാണ്. ഇംഗ്ലീഷ് ഒരു പദവി, ഒരു ചിഹ്നമായിട്ട്, അതായത് സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു, മാറുന്നു എന്നൊരു അഭിപ്രായം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ ബുദ്ധിജീവിയാണെന്നോ ഉയർന്ന നിലവാരമുള്ളവനാണെന്നോ ഉള്ള തെറ്റായ ധാരണ ഇന്നുണ്ട്. ഇംഗ്ലീഷ് അറിയില്ല എന്നത് വലിയൊരു കുറവാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും പലരും ഭയപ്പെടുന്നുമുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പലർക്കും ആ ഭാഷയിലെ വാക്കുകൾ അടുക്കിവെച്ച് സംസാരിക്കാൻ അറിയാമെന്നല്ലാതെ ഷേക്സ്പിയറെയോ മിൽട്ടനെയോ പോലുള്ള വലിയ ചിന്തകരെ കുറിച്ചോ ആ ഭാഷയുടെ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഇത് കേവലം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് മാത്രമാണ്. ഇതെല്ലാം ആരുടെ അഭിപ്രായഗതികളാണ്, വാദഗതികളാണ്? പ്രകാശ് രാജിൻ്റെത്. ഇതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അവസരമാണിത്. സാഹചര്യങ്ങൾക്ക് നിരക്കാത്ത പഠനം നമ്മുടെ വിദ്യാഭ്യാസ രീതി പലപ്പോഴും നമ്മുടെ മണ്ണുമായി ബന്ധമില്ലാത്തതാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. ഇംഗ്ലണ്ടിലെ തണുപ്പുള്ള നാട്ടിൽ കുട്ടികൾ പാടുന്ന റെയിൻ റെയിൻ ഗോ എവേ, മഴയെ നീ പോകൂ എന്ന പാട്ട് നമ്മൾ ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ കർഷകർ മഴയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. വറ്റിപ്പോയ പുഴകളും തടാകങ്ങളും ഉള്ള നമ്മുടെ നാട്ടിൽ പാടേണ്ടത് മഴയെ നീ വരൂ, ഞങ്ങൾക്ക് വെള്ളം തരൂ എന്നാണ്. ഇംഗ്ലീഷ് മോഹം കാരണം നമ്മുടെ സ്വന്തം ജീവിത സാഹചര്യങ്ങളെ നാം വിസ്മരിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു കവചം പോലെ ഉപയോഗപ്രദമാണ്. എന്നാൽ അത് നമ്മുടെ ഉള്ളിലെ മാതൃഭാഷയെ കൊന്നിട്ടാകരുത്. ലോകത്തെ അറിയാൻ ഇംഗ്ലീഷ് വേണം, പക്ഷെ നമ്മളെ തന്നെ അറിയാൻ മാതൃഭാഷ തന്നെ വേണം. മാതൃഭാഷ അറിയില്ല എന്ന് പറയുന്നത്, അഭിമാനമായി കാണുന്നത് നമ്മുടെ സംസ്കാരശൂന്യതയുടെ അടയാളമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ബന്ധങ്ങളിലെ തനിമ നഷ്ടപ്പെട്ടാൽ, ഒരു വൈകാരികമായ ഒരു അകലം
ഈ കാലഘട്ടത്തിൽ വളരെയധികം വ്യക്തമായി തെളിഞ്ഞു കാണുന്നു. അത് മാതൃഭാഷയിൽ നിന്നുള്ള വിട്ടുമാറലാണോ എന്നും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാതൃഭാഷയെ അവഗണിച്ച്, അതായത് അന്യഭാഷകളെ, പ്രധാനമായും ഇംഗ്ലീഷ് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രകാശ് രാജ് വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. ഇതിനെ പ്രധാനമായും രണ്ട് വശങ്ങളിലൂടെ കാണാം. വാക്കുകളിലെ വൈവിധ്യം നഷ്ടപ്പെടുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ ഓരോ ബന്ധുവിനും അവരുമായുള്ള നമ്മുടെ രക്തബന്ധത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രത്യേക പേരുകളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ ഈ വൈവിധ്യം ഇല്ലാതാകുന്നു. ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. വല്യച്ഛൻ, വലിയമ്മ, ചെറിയച്ഛൻ, കുഞ്ഞമ്മ, അമ്മാവൻ, അമ്മായി എന്നുള്ള കാര്യങ്ങൾ. അമ്മയുടെ വശത്തുള്ളവർ വലിയമ്മ, കുഞ്ഞമ്മ, ചിറ്റമ്മ, മാമൻ, അമ്മാവൻ. അച്ഛന്റെ വശത്തുള്ളവർ വലിയച്ഛൻ, ചെറിയച്ഛൻ, കുഞ്ഞപ്പൻ, അപ്പച്ചി, അമ്മായി എന്ന ഓരോ വാക്കിനും പിന്നിൽ ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും അധികാരവും ഒക്കെ ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ഇതെല്ലാം വെറും അങ്കിൾ, ആന്റി എന്ന് രണ്ട് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അച്ഛന്റെ ജ്യേഷ്ഠനും അമ്മയുടെ സഹോദരനും ഒരേപോലെ അങ്കിളാകുമ്പോൾ ആ ബന്ധങ്ങൾക്കിടയിലെ സവിശേഷമായ ഒരു വികാരമുണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമോഷൻസ്. ഇതിന്റെ അമ്മാവനാണ്, ഇതിന്റെ വല്യച്ഛനാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാവതലമുണ്ടല്ലോ, അതവിടെ നഷ്ടമാകുന്നു എന്നതാണ്. മുതിർന്നവരുമായുള്ള ആശയവിനിമയ തടസ്സം. വീടുകളിൽ കുട്ടികൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ മാതൃഭാഷ മാത്രം അറിയുന്ന വീട്ടിലെ മുതിർന്നവരുമായിട്ട്, അതായത് അപ്പൂപ്പനോ അമ്മുമ്മയോ തുടങ്ങിയവരുമായിട്ട് അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ വരുന്നു. ഒരു തരത്തിൽ അന്യരാകുന്നു. ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും ഭാഷയുടെ മതിൽക്കെട്ട് കാരണം മുതിർന്നവരും കുട്ടികളും തമ്മിൽ അപരിചിതരെ പോലെ കഴിയേണ്ടി വരുന്നു. ഇവിടെ ഒരു സംസ്കാരം കൈമാറപ്പെടുന്നില്ല. അപ്പൂപ്പനും അമ്മുമ്മയും പറഞ്ഞു കൊടുക്കേണ്ട നാടൻ കഥകളും അനുഭവങ്ങളും മൂല്യങ്ങളും കുട്ടികളിലേക്ക് എത്തുന്നില്ല. കാരണം ആ അറിവുകൾ പകർന്നു നൽകാൻ കുട്ടികൾക്ക് മാതൃഭാഷ അറിയില്ല. നമ്മുടെ ബന്ധങ്ങളിലെ ഇഴയെടുപ്പ് നിലനിർത്തുന്നത് ആ ഭാഷയിലെ വിളികളാണ്. അമ്മാവ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൃദയബന്ധം, ആ രക്തബന്ധം, ആത്മബന്ധം മമ്മി എന്ന് വിളിക്കുമ്പോൾ കിട്ടുമോ? അതും നിങ്ങൾ ഇത്തരണത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഭാഷ മാറുമ്പോൾ വെറും വാക്കുകളല്ല മാറുന്നത്, മറിച്ച് ആ ബന്ധങ്ങളിലെ ഊഷ്മളതയാണ് ചോർന്നു പോകുന്നത്. ചുരുക്കത്തിൽ മാതൃഭാഷ കൈവിടുന്നത് നമ്മുടെ വീടിനുള്ളിൽ തന്നെ നമ്മളെ അന്യരാക്കി മാറ്റുന്നു. അച്ഛനമ്മമാരോടും ബന്ധുക്കളോടും ശരിയായ രീതിയിൽ സംവദിക്കാൻ കഴിയാത്തൊരു തലമുറയെയാണ് ഇത് സൃഷ്ടിക്കുന്നത്. മൂലം നഷ്ടപ്പെടുന്നത് നമ്മുടെ വലിയൊരു വൈകാരിക സമ്പത്താണ്. മാതൃഭാഷയെ പ്രകാശ് രാജ് ഉപമിക്കുന്നത് നമ്മുടെ അമ്മയോടാണ്. ഒരാൾക്ക് തന്റെ ജാതിയോ മതമോ ഒക്കെ വേണമെങ്കിൽ ഉപേക്ഷിക്കാനോ മാറ്റാനോ സാധിച്ചേക്കാം. കാരണം അവ പലപ്പോഴും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ലേബലുകളാണ്. എന്നാൽ മാതൃഭാഷ അങ്ങനെയല്ല. അത് നമ്മുടെ രക്തത്തിൽ കലർന്നതാണ്. ജനിച്ച നാടും വളർന്ന സാഹചര്യവും നൽകുന്ന ആ ഭാഷയെ ആർക്കും മാറ്റാൻ കഴിയില്ല. മഹാകവി വള്ളത്തോളിന്റെ വരികളെ ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? പെറ്റമ്മയാണ് നമ്മുടെ മാതൃഭാഷ, നമ്മുടെ യഥാർത്ഥ അമ്മ. നമ്മുടെ ജന്മം നൽകിയ അമ്മയ്ക്ക് തുല്യമാണ്. നമ്മുടെ ചിന്തകൾ വിരിയുന്നതും വികാരങ്ങൾ ഉണരുന്നതും ഈ ഭാഷയിലാണ്. ഇനി ആരാണ് പോറ്റമ്മമാർ? ഇംഗ്ലീഷ്, ഫ്രഞ്ച് അല്ലെങ്കിൽ മറ്റ് അന്യഭാഷകൾ നമുക്ക് അറിവ് നൽകുന്ന പോറ്റമ്മമാരാണ്. നമ്മളെ വളർത്തി വലുതാക്കുന്നവരാണ്. അവർ നമുക്ക് ലോകത്തെ കാട്ടിത്തരുന്നു, ജോലി നൽകുന്നു. എന്നാൽ അവർക്കൊരിക്കലും നമ്മുടെ ജന്മം നൽകിയ അമ്മയായ മാതൃഭാഷയ്ക്ക് പകരമാകാൻ കഴിയില്ല. നമുക്ക് വലിയൊരു സന്തോഷമോ സങ്കടമോ വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സംസാരിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും. എത്രയൊക്കെ വിദേശ ഭാഷകൾ പഠിച്ചാലും നമ്മുടെ ഉള്ളിലെ മൗനത്തെ പോലും വായിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ മാതൃഭാഷയ്ക്കേ കഴിയൂ. മാതൃഭാഷയെ നിരാകരിക്കുന്നത്, തള്ളിക്കളയുന്നത് സ്വന്തം അമ്മയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വളരെ കർശനമായി ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനദിയാണ് മാതൃഭാഷ. പുഴ വറ്റിയാൽ ആ നാട് നശിക്കുന്നത് പോലെ മാതൃഭാഷ വറ്റിയാൽ നമ്മുടെ സംസ്കാരവും വ്യക്തിത്വവും ഇല്ലാതാകും. മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ലോകത്തേക്കുള്ള വാതിലുകൾ തുറന്നു തരും. പക്ഷെ ആ വാതിലിലൂടെ പുറത്തേക്ക് പോകുമ്പോഴും നമ്മുടെ ഉള്ളിലെ അമ്മയായ മാതൃഭാഷയെ കൂടെ കൂട്ടണം. സ്വന്തം ഭാഷയിൽ അഭിമാനിക്കാനും അത് കൃത്യമായി ഉപയോഗിക്കാനും പഠിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരായ മനുഷ്യരാകുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷതാൻ.
മറ്റുള്ള ഭാഷകൾ വളർത്തമ്മമാരെ പോലെയാണ്, എന്നാൽ മനുഷ്യന് സ്വന്തം ഭാഷയാണ് പെറ്റമ്മ. ജീവിതത്തിൽ എത്ര ഭാഷകൾ വേണമെങ്കിലും പഠിക്കാം, അത് നല്ലതാണ്. പക്ഷെ സ്വന്തം വേരുകൾ മറന്നുകൊണ്ടുള്ള ഭാഷാ പഠനം നമ്മളിൽ നിന്ന് തന്നെ അന്യരാക്കും. മാതൃഭാഷയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ മാതൃഭാഷയെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന വിധം ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച ഈ പ്രകാശ് രാജ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും ഒന്ന് കേട്ടാലോ? പ്രശസ്തനായ ഒരു ചലച്ചിത്ര നടനാണ്, എഴുത്തുകാരനാണ്, രാഷ്ട്രീയ സാമൂഹിക വിമർശകനാണ്. ഇന്ത്യയിലെ പ്രശസ്തനായ നടനും നിർമ്മാതാവും സംവിധായകനും ടെലിവിഷൻ അവതാരകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയാണ് പ്രകാശ് രാജ്. തെന്നിന്ത്യൻ ഹിന്ദി ചലച്ചിത്ര മേഖലകളിലെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. മാതൃഭാഷകളായ തുളു, കന്നഡ എന്നിവയ്ക്ക് പുറമെ തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, മറാത്തി എന്നീ ഭാഷകളിലുള്ള പ്രാവീണ്യം അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നടനാക്കി മാറ്റി. ഒരു ബഹുഭാഷാ പ്രതിഭയാണെന്ന് അദ്ദേഹം ഒന്ന് തെളിഞ്ഞല്ലോ. ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. സ്വന്തം മാതൃഭാഷയായ കന്നഡയോടുള്ള ആഴത്തിലുള്ള സ്നേഹം ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മെ വിഴുങ്ങുന്ന മൗനം ഈ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗം. ഈ പുസ്തകത്തിൽ തന്റെ ജീവിതാനുഭവങ്ങളെയും ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിചാരങ്ങളെയും അദ്ദേഹം വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഒരുപാട് ഭാഷകൾ അറിയാമെങ്കിലും മാതൃഭാഷയാണ് ഒരു മനുഷ്യന്റെ വേരെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രകാശ് രാജ് കേവലം ഒരു സിനിമാ നടനല്ല, മറിച്ച് തന്റെ നിലപാടുകൾ കൊണ്ട് സമൂഹത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വന്തം മണ്ണും ഭാഷയും അത്യധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്.